പ്ലേസ് വാല്യൂ ചാർട്ടില് ഹൺഡ്രഡ്സ് വരെയുള്ളൂ. ഹൺഡ്രഡ്സ്, ടെൻസ്, വൺസ്, ഡെസിമൽ നമ്പർ നമ്മൾ പ്ലേസ് വാല്യൂ ചാർട്ടിൽ എഴുതുമ്പോൾ ഡെസിമൽ പോയിന്റിന് സെപ്പറേറ്റ് കോളം കൊടുക്കുക. ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല കേട്ടോ, ഡെസിമൽ പോയിന്റ് കൊടുക്കണേ. പിന്നെ വരുന്നത് ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്. എക്സാമിന് ഇങ്ങനെ ഡെസിമൽ പ്ലേസ് വാല്യൂ ചാർട്ടിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലൊരു ടേബിൾ വരയ്ക്കാം. എന്നിട്ട് ഹൺഡ്രഡ്സ്, മിസ്സേ ഞാൻ 172ാമത്തെ പേജിലുള്ള ടേബിളാണ് വരച്ചത്. 172ലുള്ള ടേബിളോ? അത് തന്നെ കുഴപ്പമില്ല, അത് തന്നെ വരയ്ക്കുന്നത്. ഇതിൽ ഡെസിമൽ പോയിന്റിന് ഒരു സ്പേസ് കൊടുക്കുന്നേ ഉള്ളൂ. ഹൺഡ്രഡ്സ്, ടെൻസ്, വൺസ്, decimal point, tenth, TENTHS, tenth, hundreds, hundreds, thousands. But tenth, hundreds, thousands. This is how we say tenth in the 1/10. Hundreds in the 1/100. Thousands in the 1/1000. That's the first number. First number 0.85. 0.85 എന്ന് പറയുമ്പോൾ അതിൽ ഹോൾ നമ്പർ ഒന്നും ഇല്ല അല്ലേ? ഹോൾ നമ്പർ പാർട്ടിൽ 0 ആണ് വരുന്നത്. അപ്പൊ 0 നമ്മൾ വൺസിന്റെ പ്ലേസിൽ ജസ്റ്റ് 0 എന്ന് എഴുതി കൊടുക്കാം. പോയിന്റ്, ടെൻത്തിന്റെ പ്ലേസിൽ 8, ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 5, തൗസൻഡ്സിന്റെ പ്ലേസിൽ ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് 0 ഇട്ട് കൊടുക്കാം. 0.850. സെക്കൻഡ് വൺ 1.07. വൺസിന്റെ പ്ലേസിൽ, അതായത് ഹോൾ നമ്പറിൽ വൺസിന്റെ പ്ലേസിൽ 1, പോയിന്റ്, ടെൻത്തിന്റെ പ്ലേസിൽ 0, ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 7, തൗസൻഡ്സിന്റെ പ്ലേസിൽ 0. തൗസൻഡ്സിന്റെ പ്ലേസിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ 0 ഇട്ട് കൊടുത്തത്. നെക്സ്റ്റ് 35.80. 35.80 എന്ന് പറയുമ്പോൾ ഹോൾ നമ്പർ പാർട്ടിൽ ടെൻസും വരുന്നുണ്ട്, വൺസും വരുന്നുണ്ട്. ടെൻസിന്റെ പ്ലേസിൽ 3, വൺസിന്റെ പ്ലേസിൽ 5. 35.80. ടെൻസിന്റെ പ്ലേസിൽ 8, ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 0, തൗസൻഡ്സിന്റെ പ്ലേസിൽ 0. Then 235.007. ഇത് ഹോൾ നമ്പർ പാർട്ട് വരുന്നത് 237 ആണ്. 237 ആണ് വരുന്നത്. അപ്പൊ എന്താ, ഏതൊക്കെ പ്ലേസാ വരുന്നത് ഹോൾ നമ്പർ പാർട്ടില്? ഹോൾ നമ്പർ പാർട്ടിൽ
ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 2, ടെൻസിന്റെ പ്ലേസിൽ 3, വൺസിന്റെ പ്ലേസിൽ 7, 237. ടെൻത്തിന്റെ പ്ലേസിൽ 0, ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 0, തൗസൻഡ്സിന്റെ പ്ലേസിൽ 7. ലാസ്റ്റ് 500.218. 500.218 എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 5, ടെൻസിന്റെ പ്ലേസിൽ 0, വൺസിന്റെ പ്ലേസിൽ 0, പോയിന്റ്, ടെൻത്തിന്റെ പ്ലേസിൽ 2, ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 1, തൗസൻഡ്സിന്റെ പ്ലേസിൽ 8. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ ഹോൾ നമ്പർ റീഡ് ചെയ്യുന്ന സമയത്ത് 500 എന്ന് എഴുതിയാൽ 500 എന്ന് വായിക്കും അല്ലെ? അതുപോലെ 237 എന്ന് എഴുതുമ്പോൾ 237 എന്ന് വായിക്കും. എന്നാൽ ഡെസിമൽ പാർട്ടിൽ വരുന്ന ഡിജിറ്റ് അത് എത്ര ഡിജിറ്റ് ഉണ്ടെങ്കിലും 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, എത്ര ഡിജിറ്റ്സ് വരുന്നുണ്ടെങ്കിലും ഓരോ ഡിജിറ്റ്സും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ വായിക്കണം. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഡെസിമൽ നമ്പേഴ്സ് നമുക്ക് വായിക്കുന്നുണ്ടെങ്കിൽ 0.850, 1.070, 35.800, 237.007, 500.218. ഡെസിമൽ പാർട്ടിൽ വരുന്ന നമ്പേഴ്സ് അത് എത്ര ഡിജിറ്റ്സ് ഉണ്ടെങ്കിലും ഈച്ച് ഡിജിറ്റ് ഓരോന്നായിട്ട് തന്നെ റീഡ് ചെയ്യണം, അല്ലാതെ കൂട്ടി വായിക്കരുത്. 500.218 എന്ന് വായിക്കരുത്, അതുപോലെ 0.85 എന്ന് വായിക്കരുത്. ഓക്കെ, 35.800 എന്ന് വായിക്കരുത്. ഓരോ ഡിജിറ്റും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വായിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയേ. ഇപ്പൊ ചെയ്ത 173ലെ തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ആസ് എ ഡെസിമൽ. വേർഡ്സിൽ തന്നിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഡെസിമൽ ആക്കി ഒന്ന് എഴുതിയ, നമ്പർ ആയിട്ടൊന്ന് എഴുതി വെച്ചേ. 529 and 700, 16.25, 9 and 58,000. ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയേ, കിട്ടുന്നുണ്ടോ നോക്കിയേ. +50 + 3 + 2/10 + 9/100 is equal to 53.29. 53.29. 235 + 6/100 is equal to 235.06. Then third one, 600 plus 50 plus 4 plus 7/100. 654 plus 654.07. 7/100 ആയതുകൊണ്ട് 0.07. Next, last one, 43 plus 1/10 plus 9/1000. 43.109. 43.109. ശരിയാണോ? Okay, then expressing decimals in simplest form. എങ്ങനെയാണ് ഡെസിമൽസിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതുന്നത്? ഫ്രാക്ഷനെ നമുക്കറിയാം, ഫ്രാക്ഷൻസ് നമ്മൾ വലിയ ഫ്രാക്ഷൻസ് ആണെങ്കിൽ, ന്യൂമറേറ്റേഴ്സും ഡിനോമിനേറ്റേഴ്സും വലുതാണെങ്കിൽ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യും അല്ലേ? നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാ ഡെസിമൽസിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതുന്നത് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം.
0. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ തന്നെ 0.80. 0.80. 0.80 എന്ന് പറയുമ്പോൾ it is equal to രണ്ട് പ്ലേസ് ഉണ്ട് ഇവിടെ അല്ലേ? 8 തന്നിട്ടുണ്ട്, 0 തന്നിട്ടുണ്ട്. അപ്പോ 8ന്റെ പ്ലേസ് വാല്യൂ 8/10. 8/10 പ്ലസ് 0ന്റെ പ്ലേസ് വാല്യൂ 0/100 is equal to 8/10നെ നമുക്ക് എങ്ങനെ ഷോർട്ട് ആക്കാം? 0/100 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ് അല്ലേ? ഏതൊരു നമ്പറിനെയും സീറോനെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 തന്നെ കിട്ടും. സോ 0/100 is equal to 0. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മാത്രം നോക്കിയാൽ മതി? 8/10 മാത്രം സിംപ്ലിഫൈ ചെയ്താൽ മതി. 8/10 is equal to 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 4, 10നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 5. So the simplest form is 4/5. 0.80യുടെ simplest form 4/5 ആണ്. ഓക്കെ, അടുത്തത് 0.04. 0.04 ഷോർട്ട് കട്ട് മെത്തേഡ്. അതായത് നമ്മൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നതിന് പകരം ഡെസിമൽ എന്തോ 06 അല്ലേ? ആഹാ, അതല്ല പറയുന്നത്. പേജ് നമ്പർ 172 എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ 16. 0.04. 0.04 എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് 4നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4/100. കാരണം 4 ഇവിടെ 100ത്തിന്റെ പ്ലേസിലാണ് അല്ലെ? 10ത്തിന്റെ പ്ലേസിൽ വാല്യൂ ഒന്നും ഇല്ല. 4 100ത്തിന്റെ പ്ലേസിലാണ് വരുന്നത്. അപ്പൊ 0.04 എന്ന് പറഞ്ഞാൽ 4/100 ആണ്. ഓക്കെ, 0.04 എന്ന് പറയുന്നത് 4/100 ആണ്. എന്തുകൊണ്ടാ? 10ത്തിന്റെ പ്ലേസിൽ വാല്യൂ ഒന്നും വരുന്നില്ല. 100ത്തിന്റെ പ്ലേസിലാണ് 4 വരുന്നത്. അപ്പോ 0.04 is equal to 4/100. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 4നെയോ 100നെയും നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25. അപ്പൊ ആൻസർ സിംപ്ലസ്റ്റ് ഫോം 1/25. ഇനി എക്സസൈസ് 8ബിയിലെ 7ാമത്തെ ക്വസ്റ്റ്യനിലെ 0.06 ആണെങ്കിലോ? 0.06 ആണെങ്കിൽ 6/100. 6/100 എന്ന് പറയുമ്പോൾ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 3, 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 50. വേറെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഒന്നുമില്ല. സോ ദി സിംപ്ലസ്റ്റ് ഫോം ഈസ് 3/50. അടുത്തത് പോയിന്റ് ഏതാ വേണ്ടേ? 55 വേണോ? അതിൽ എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വേണോ? എക്സസൈസിലെ ക്വസ്റ്റ്യൻ വേണോ? ഏത് ക്വസ്റ്റ്യനാ വേണ്ടേ? 0.85 എക്സസൈസിൽ തന്നെ കിടക്കട്ടെ. 0.85. 0.85 ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് വരുന്നുണ്ട്. 10th വരുന്നുണ്ട്, 100th വരുന്നുണ്ട്. ഡയറക്റ്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ ഇതിനെ 85
ബൈ 100 എന്ന് എഴുതും. 0.85 is equal to 85 by 100. Okay, 0.85 is equal to 85 by 100. എന്തുകൊണ്ടാ 100 എഴുതിയേ? ഇവിടെ ലാസ്റ്റ് വരുന്ന ഡിജിറ്റ് 100ത്തിന്റെ പ്ലേസിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഡിനോമിനേറ്ററിൽ 100 എഴുതിയത്. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 85നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 17 എന്ന് കിട്ടും. 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 എന്ന് കിട്ടും. So the simplest form of 0.85 is equal to 17 by 20. ഇത് എഴുതിയെടുത്തോ വേണമെങ്കിൽ. 17 by 20. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കി എക്സ്പ്രസ് ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ഫ്രാക്ഷൻ ആക്കി എക്സ്പ്രസ് ചെയ്തതിനു ശേഷം നമ്മൾ സാധാരണ ഫ്രാക്ഷൻസിനെ സിംപ്ലിഫൈ ചെയ്യൂലേ? സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്തിട്ട് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എഴുതാറില്ലേ ഫ്രാക്ഷനെ? ഇല്ലേ? അതുപോലെ നമ്മൾ ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കി എക്സ്പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? അതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഇപ്പൊ ഇവിടെ 0.06 എന്ന് കൊടുത്തിരിക്കുന്നത് ഒന്നുകൂടി പറഞ്ഞുതരാം. 0.06 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് ഡെസിമൽ. നമുക്കറിയാം ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കി എഴുതുന്ന സമയത്ത് അതിന്റെ ഡിനോമിനേറ്റർ ഒന്നുകിൽ 10 ആയിരിക്കും, അല്ലെങ്കിൽ 100 ആയിരിക്കും, അല്ലെങ്കിൽ 1000 ആയിരിക്കും. ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് ഡിനോമിനേറ്റേഴ്സ് ആയിട്ട് വരാം. അപ്പൊ അതിൽ ഏതാണ് ഡിനോമിനേറ്റർ എന്നത് ഡെസിമൽ പ്ലേസിലുള്ള ഡിജിറ്റ്സിന്റെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ ഡെസിമൽ പ്ലേസിലുള്ള ഡിജിറ്റ്സ് എത്ര എണ്ണം ഉണ്ട്? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ട്. ഓക്കെ, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 0 ഉണ്ട് 6 ഉണ്ട്, 2 ഡിജിറ്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡെസിമൽ പ്ലേസിൽ 2 ഡിജിറ്റ് ആണെങ്കിൽ ന്യൂമറേറ്റർ 100 ആയിരിക്കും. ന്യൂമറേറ്ററിൽ 2 0 വരുന്നതായിരിക്കും, സോറി ഡിനോമിനേറ്റർ വരുന്നത്. ഡെസിമൽ പ്ലേസിൽ 2 ഡിജിറ്റ് ആവുമ്പോൾ ഡിനോമിനേറ്ററിൽ 2 0. ഡെസിമൽ പ്ലേസിൽ 2 ഡിജിറ്റ് ആവുമ്പോൾ ഡിനോമിനേറ്ററിൽ 2 0. അത് ഓർമ്മിച്ച് വെക്കുക. ഡെസിമൽ പ്ലേസിൽ 1 ഡിജിറ്റ് ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ 1 0. ഡെസിമൽ പ്ലേസിൽ 3 ഡിജിറ്റ് വരുന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ 3 0. ഓക്കെ, ഇനി ന്യൂമറേറ്റർ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പർ അതിന്റെ 0 ഒക്കെ അങ്ങ് കളഞ്ഞ് ഡെസിമൽ പോയിന്റ് ഒക്കെ കളയുമ്പോൾ ബാക്കി ഏത് ഡിജിറ്റ് വരുന്നുണ്ടോ അതാണ് നമ്മൾ എന്തായിട്ട് എഴുതുന്നത്? ന്യൂമറേറ്റർ ആയിട്ട് എഴുതാം. 0 ഒഴിവാക്കി, പോയിന്റ് ഒഴിവാക്കി. ഓക്കെ, 0 ഒഴിവാക്കി, പോയിന്റ് ഒഴിവാക്കി. എന്നിട്ട് നമ്മൾ അത് ന്യൂമറേറ്റർ ആയിട്ട് എഴുതി. എന്നാൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 10.06 എന്നാണെങ്കിൽ 10.06 എന്നാണെങ്കിൽ അതായത് 2 എക്സ്ട്രീം സൈഡിലും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഡിജിറ്റ്സ് വന്നിട്ട് ഇടയിലാണ് 0 വരുന്നതെങ്കിൽ ആ 0 ഒഴിവാക്കരുത്. ഓക്കെ, 2 നമ്പറിന്റെ ഒരു ഡെസിമൽ നമ്പറിന്റെ 2 എൻഡിലും ഡിജിറ്റ്സ് വന്നിട്ട് അതിൽ ഇടയിൽ വരുന്ന സീറോസ് ഒഴിവാക്കുക. ഡെസിമൽ പോയിന്റ് ഒഴിവാക്കാം, ന്യൂമറേറ്റർ ആയിട്ട് എഴുതുമ്പോൾ ഡെസിമൽ പോയിന്റ് അങ്ങ് ഒഴിവാക്കാം, എന്നാൽ ആ സീറോസ് ഒഴിവാക്കരുത്. ഇനിയിപ്പോ
6.080 എന്നാണെങ്കിൽ നമ്മൾ ന്യൂമറേറ്റർ എഴുതുന്ന സമയത്ത് 608 എന്ന് മാത്രം എഴുതിയാൽ മതി. കാരണം ഈ 0 ഒഴിവാക്കരുത്, ഈ ഡെസിമൽ ഒഴിവാക്കാം, ഈ 0 അങ്ങ് ഒഴിവാക്കാം. രണ്ട് എൻഡിലും വരുന്ന സീറോസ് നമുക്ക് ഒഴിവാക്കാം. എന്നാൽ രണ്ട് നമ്പേഴ്സിന്റെ, രണ്ട് ഡിജിറ്റിന്റെ ഇടയിൽ വരുന്ന 0 ഒഴിവാക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്പർ മാറിപ്പോവും. ഓക്കെ, ഇവിടെ 6 എന്ന് പറയുന്ന ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന രണ്ട് സീറോസ്, ആ സീറോസും ആ ഡെസിമൽ പ്ലേസും അങ്ങ് ഒഴിവാക്കിയിട്ട് 6 മാത്രം നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എഴുതി. 6/100 നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. 6നെയും 100നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 50 എന്ന് കിട്ടും. ഇനി 3യെയും 50യെയും എന്തോ ഇടക്കിടക്ക് സൗണ്ട് നിന്നു പോവാ. ആണോ? ഇതിപ്പോ ക്ലാസ് കട്ട് ആവുവേ, നിങ്ങൾ ഒന്നും കൂടി ജോയിൻ ചെയ്യണേ. ഒരു 11:15 വരെ നമുക്ക് എടുക്കാം. അപ്പോ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടി. 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50 എന്ന് കിട്ടി. രണ്ടിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ നോക്കുക. ന്യൂമറേറ്റർ ഏതായാലും കുഴപ്പമില്ല. ഇപ്പൊ 3 കൊണ്ടാണ് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ സെയിം ടൈം അറ്റ് എ ടൈം ഡിവൈഡ് ചെയ്യണം. ന്യൂമറേറ്ററിനെ 3 കൊണ്ടും ഡിനോമിനേറ്ററിനെ 5 കൊണ്ടും ഡിവൈഡ് ചെയ്യരുത്. ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടിനെയും കോമൺ ആയിട്ട് ഒറ്റ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ രണ്ടിനെയും, ഇപ്പൊ 6നെ ശരിക്കും പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നാൽ 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 100നെ നമുക്ക് 50 കൊണ്ടോ 20 കൊണ്ടോ 5 കൊണ്ടോ ഒക്കെ ഡിവൈഡ് ചെയ്യാം. എന്നാൽ 6നെ അതൊന്നും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒറ്റൊരു നമ്പറേ ഉള്ളൂ, ദാറ്റ് ഈസ് 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/50 എന്ന് കിട്ടി. This is the simplest form of 0.06. ഇനി അടുത്ത നമ്പർ ഏതായിരുന്നു? 0.85. 0.85. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഡെസിമൽ പ്ലേസിൽ രണ്ട് ഡിജിറ്റേ വരുന്നുള്ളൂ, 8ഉം 5ഉം. അപ്പൊ നമുക്ക് എന്ത് വേണം? ഡിനോമിനേറ്ററിൽ രണ്ട് സീറോയെ വരാൻ പാടുള്ളൂ. ഡിനോമിനേറ്ററിൽ രണ്ട് സീറോസ് മാത്രമേ വരാൻ പാടുള്ളൂ. ഇനി എന്ത് വേണം? ന്യൂമറേറ്റർ എഴുതണം. ന്യൂമറേറ്റർ എങ്ങനെ എഴുതണം? ഡെസിമൽ പോയിന്റും സീറോസും ഒക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് എന്ത് എഴുതണം? ന്യൂമറേറ്റർ ആക്കി എഴുതണം. ന്യൂമറേറ്റർ ആക്കി എഴുതുന്ന സമയത്ത് 85 എന്ന് വരും. ഓക്കെ, 85 എന്ന് വരും. അപ്പൊ ഇവിടെ 85 എന്തുകൊണ്ട് എടുത്തതെന്ന് വെച്ചാൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഡെസിമൽ പോയിന്റും സീറോയും വരുന്നത്. അപ്പൊ അത് രണ്ടും നമുക്ക് അങ്ങ് ഒഴിവാക്കി കളയാം. ബാക്കി വരുന്ന രണ്ട് ഡിജിറ്റ് ന്യൂമറേറ്റർ ആയിട്ട് എഴുതി. ന്യൂമറേറ്റർ ആയിട്ട് എഴുതിയിട്ട് ഇനി ഇപ്പൊ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ 85നെയും 100നെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ നോക്കുക. ഏതിനെ കൊണ്ടെങ്കിലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 85നെയും 100നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വേറൊരു നമ്പറിനെ കൊണ്ടും 85നെയും 100നെയും ഒരുമിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 85നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 17 എന്ന് കിട്ടും. 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 എന്ന് കിട്ടും. സോ 17/20. This is the simplest form of 0.85. മനസ്സിലായോ?
മനസ്സിലായി? ഓക്കെ.